ബസ് ഉടമകളുടെ സമരം അനാവശ്യമാണെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു. പരീക്ഷകൾ നടക്കുന്ന സമയത്ത് സമരം പാടില്ലായിരുന്നു. നിരക്ക് വർധനവ് ഉണ്ടാകുമെന്നും ബസ് നിരക്ക് വിശദമായി ചർച്ച ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു. സമരം സമ്മർദ്ദതന്ത്രത്തിന്റെ ഭാഗമാണെന്നാണ് കരുതുന്നത്. സ്വാഭാവികമായിട്ടും 6,000 ബസ്സുകൾ ഓടിക്കൊണ്ടിരുന്ന ബസ്സുകൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നിർത്തിവെക്കുമ്പോൾ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത് സ്വാഭാവികമാണ്. KSRTC പരമാവധി ബദൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്താനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് തന്നെ അറിയാം ചാർജ് വർധനവിൻ്റെ നടപടിക്രമങ്ങൾ ഏതാണ്ട് അന്തിമ ഘട്ടത്തിലേക്ക് നീങ്ങുന്നൊരു സമയമാണ്. പക്ഷേ ഈ പരീക്ഷയുടെ ഈ കാലഘട്ടത്തിൽ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഇത്തരം ഒരു സമരത്തിലേക്ക് പോയത് ശരിയാണോ എന്നുള്ള അവർ തന്നെ ആത്മപരിശോധന നടത്തട്ടെ. മിനിമം ചാർജ് 8 രൂപയിൽ നിന്ന് 12 രൂപയാക്കണമെന്നാണ് ബസ് ഉടമകളുടെ ആവശ്യം. ഒരു വിഭാഗം ഓട്ടോ ടാക്സി തൊഴിലാളികളും പണിമുടക്ക് നടത്തുന്നുണ്ട്. വിവിധയിടങ്ങളിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നു. ആദ്യം കോഴിക്കോട് നിന്ന് അശ്വിൻ വല്ലത്താണ് ചേരുന്നത്. അശ്വിൻ, വടക്കൻ കേരളത്തിലാണ് സ്വകാര്യ ബസ്സുകളെ കൂടുതൽ ആശ്രയിക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങളുള്ളത്. എന്താണ് അവരുടെ അവസ്ഥ? ഇന്ന് സമരം എങ്ങനെ പോകുന്നു? ഗോപി, സമരം രാവിലെ 6 മണിക്ക് തന്നെ, കൃത്യം 6 മണിക്ക് തന്നെ തുടങ്ങി. നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് മൊഫ്യൂസിൽ ബസ് സ്റ്റാൻഡിലാണ്. ഇവിടെ നിന്നാണ് കോഴിക്കോട്ടെ സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്നത്. മൊഫ്യൂസിൽ സ്റ്റാൻഡിൽ കാണാം ബസ്സുകളൊക്കെ നിരനിരയായി നിർത്തിയിട്ടിരിക്കുന്നു. കോഴിക്കോട് ജില്ലയിൽ ഏതാണ്ട് 900ഓളം സർവീസുകളാണ് സ്വകാര്യ ബസ്സുകൾ നടത്തുന്നത്. ഈ സർവീസുകളൊക്കെ നിശ്ചലമായതോടുകൂടി കോഴിക്കോടിന്റെ ഈ ഗ്രാമനഗര വ്യത്യാസമില്ലാതെ ആളുകൾ പൊതുഗതാഗതം ഏറെക്കുറെ സ്തംഭിച്ച അവസ്ഥയിൽ തന്നെയാണ്. ആളുകൾ മറ്റ് സമാന്തര മാർഗ്ഗങ്ങൾ നോക്കുന്നുണ്ട്. ജീപ്പ്, അതേപോലെ തന്നെ ഓട്ടോ ടാക്സി, അത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാൽ പോലും ഇത്രയധികം ബസ്സുകൾ സർവീസ് നടത്തിയിരുന്ന ഒരു മേഖലയിൽ അതുകൊണ്ടൊന്നും തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ സാധ്യതയില്ല. KSRTC അധിക സർവീസുകൾ നടത്തും എന്നുള്ള ഒരു വാഗ്ദാനം ഇന്നലെ ഉണ്ടായിരുന്നെങ്കിലും ഇന്ന് രാവിലെ KSRTC അധികൃതരുമായി ബന്ധപ്പെട്ടപ്പോൾ അത്തരത്തിൽ അധിക സർവീസ് നടത്താനുള്ള ജീവനക്കാരോ സൌകര്യങ്ങളോ ഇപ്പോഴില്ല. മറിച്ച് നിലവിലുള്ള റൂട്ടുകൾ പുനഃക്രമീകരിക്കും എന്നാണ് KSRTC അധികൃതർ വ്യക്തമാക്കുന്നത്. അതായത് നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന റൂട്ടുകൾ, ഇപ്പോൾ വയനാട്ടിലേക്കൊക്കെ കൂടുതൽ സർവീസുകളുണ്ട്. ഈ സർവീസുകൾ കോഴിക്കോടിന്റെ മലയോര മേഖലയിലേക്ക്, മറ്റ് നേരത്തെ സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തിക്കൊണ്ടിരുന്ന മേഖലകളിലേക്ക് തിരിച്ചുവിടും എന്നാണ് അറിയുന്നത്. ഇപ്പോൾ തന്നെ KSRTC ബസ്സുകളിലെല്ലാം പേരാമ്പ്ര, വടകര ഭാഗത്തേക്കൊക്കെയുള്ള KSRTC ബസ്സുകളിലെല്ലാം വലിയ തിരക്കുണ്ട്. ആളുകൾ രാവിലെ മുതൽ തന്നെ കാത്തു നിൽക്കുന്നു. ഓഫീസുകളിലേക്കൊക്കെ പോകാനുള്ള ആളുകളൊക്കെ കാത്തു നിൽക്കുന്നു. ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണോ? ബസ് സമരമാണെന്നുള്ള അറിയില്ലായിരുന്നു, അറിഞ്ഞിട്ടില്ല. അപ്പൊ ഇനി എങ്ങനെ പോകും? വണ്ടി വരണം, ഗുരുവായൂർ, അതിലേ പോകുന്നതാണ്. KSRTC ബസ് ഉണ്ടോന്ന് നോക്കിയോ? KSRTC നോക്കിയിട്ടായി നിൽക്കുന്നത്. അത് വരാനുണ്ട്, ആ ടൈം നോക്കണം. ഞാൻ ഫറൂഖിലോട്ട്, രാമനാട്ടല്ല. സ്വകാര്യ ബസ്, പ്രൈവറ്റ് ബസ്സല്ലേ ഉണ്ടാവുന്ന ആ റൂട്ടില് പൊതുവെ? ഇല്ല, മലപ്പുറം ബസ് ഇപ്പോൾ പാസ് ചെയ്ത് പോന്നു. KSRTC ഉണ്ട്, പക്ഷെ വളരെ കുറവാ തോന്നുന്നു. കുറെ നേരമായി വെയിറ്റ് ചെയ്ത് നിൽക്കാം. ഇതാണ് സ്ഥിതി ഗോപി. പൊതുവെ KSRTC ബസ്സുകൾ ഉണ്ട്, പക്ഷെ എന്നാൽ അത് ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ ഗ്യാപ്പിലൊക്കെയാണ്. നേരത്തെ സ്വകാര്യ ബസ്സുകൾ 5 മിനിറ്റ് ഇടവിട്ട് സിറ്റി സർവീസുകൾ ഉണ്ടായിരുന്ന റൂട്ടുകളാണ്. അതൊക്കെ ഇല്ലാതായതോടുകൂടി വല്ലപ്പോഴുമുള്ള KSRTC ബസ്സുകളെ ആശ്രയിക്കേണ്ട സാഹചര്യമാണ്. മാത്രമല്ല പരീക്ഷാകാലമാണ്, വിദ്യാർത്ഥികളൊക്കെ സ്കൂളുകളിലേക്ക് പോയി തുടങ്ങുന്ന സമയമാണ്. ഈ സമയമായിട്ടും സ്വകാര്യ ബസ്സുകളോ അതേപോലെ തന്നെ സമാന്തര സർവീസുകളൊക്കെ വേണ്ടത്ര സജീവമായിട്ടില്ല. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് എല്ലായിടത്തും നേരിടുന്നുണ്ട്. പക്ഷേ ഈ സ്കൂളുകളൊക്കെ മറ്റ് ബദൽ സംവിധാനങ്ങളൊക്കെ ഒരുക്കുന്നുണ്ട്. ജീപ്പ്, അതേപോലെ തന്നെ മറ്റ് പകരം ബസ്സുകൾ, അത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ സ്കൂളുകൾക്കൊക്കെ സ്വന്തം നിലയ്ക്ക് ഒരുക്കുന്നുണ്ട്. അതില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ, പ്രത്യേകിച്ച് കോഴിക്കോടിന്റെ മലയോര മേഖലയിലൊക്കെ യാത്രാക്ലേശം വളരെ രൂക്ഷമാണ് ഇപ്പോൾ ബസ് സമരം തുടങ്ങിയ സമയം മുതൽ തന്നെ. അതുകൊണ്ട് ബസ് സമരം എത്രയും പെട്ടെന്ന് ഒത്തുതീർന്നില്ലെങ്കിൽ ഈ കോഴിക്കോട് ഉൾപ്പെടെയുള്ള മലബാറിലെ ജില്ലകളിലെല്ലാം തന്നെ പൊതുഗതാഗതം വലിയ ബുദ്ധിമുട്ടിലേക്ക് നീങ്ങും. ഗോപി, അശ്വിനാണ് വിവരങ്ങൾ നൽകിയത്. ഇനി ശശിനാരായൺ പത്തനംതിട്ടയിൽ നിന്നും വിവരങ്ങൾ നൽകും. ബസ് ചാർജ് വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ട് സ്വകാര്യ ബസ്സുകൾ നടത്തുന്ന പണിമുടക്ക് പത്തനംതിട്ട ജില്ലയിൽ പൂർണ്ണമാണ്. പ്രധാനമായും മലയോര മേഖലയിലാണ് ഇതുമായി ബന്ധപ്പെട്ട് യാത്രാക്ലേശം ഇപ്പോൾ ഏറ്റവും രൂക്ഷമായിരിക്കുന്നത്. സാധാരണഗതിയിൽ മലയോര മേഖലയിലേക്കാണ് ഈ പ്രൈവറ്റ് ബസ്സുകൾ സർവീസുകൾ നടത്തുന്നത്. അനിശ്ചിതകാല സമരം ആരംഭിച്ചതോടുകൂടി തന്നെ ഇവിടങ്ങളിൽ നിന്നും ആളുകൾ യാത്രയ്ക്ക് ഏറെ ബുദ്ധിമുട്ടുന്നുണ്ട്. കൂടുതലും വിദ്യാർത്ഥികളാണ്. വിദ്യാർത്ഥികൾ നഗരങ്ങളിലെ കോളേജുകളിലും അതുപോലെ തന്നെ സ്കൂളുകളിലും എത്തുന്ന ഈ സ്വകാര്യ ബസ്സുകളെ ആശ്രയിച്ചാണ്. ഈ അനിശ്ചിതകാല സമരം ഈ വിദ്യാർത്ഥികളെയും ഇപ്പോൾ സാരമായി ബാധിച്ചിരിക്കുന്നു എന്നുള്ള കാര്യമാണ് ആദ്യ മണിക്കൂറുകൾ നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. അതേസമയം KSRTC ബദൽ സംവിധാനം ചെയ്തിട്ടുണ്ട്.
കൂടുതൽ സർവീസുകൾ ഈ മേഖലകളിലേക്ക് ഈ യാത്രാക്ലേശം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി ഇന്നലെ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. അതനുസരിച്ച് സർവീസുകൾ നടത്തുന്നുണ്ടെങ്കിലും സ്വകാര്യ ബസ്സുകളുടെ സർവീസുകളെ ആശ്രയിച്ചാണ് കൂടുതൽ ആളുകളും യാത്രകൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ഒരു യാത്രാക്ലേശം നിലവിൽ ജില്ലയിലുണ്ട് എന്ന് തന്നെ പറയാം. 370 ബസ്സുകളാണ് പത്തനംതിട്ട ജില്ലയിൽ സർവീസ് നടന്നത്. 1200 ജീവനക്കാരുമാണ് ഇപ്പോൾ ഈ പണിമുടക്കിൽ പങ്കെടുക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ സർവീസുകൾ കൃത്യമായി പുനരാരംഭിച്ചില്ലെങ്കിൽ രൂക്ഷമായ യാത്രാക്ലേശം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ബദൽ സംവിധാനം KSRTC ഏർപ്പെടുത്തുന്നെങ്കിൽ പോലും അതും ചിലപ്പോൾ ഒരുപക്ഷെ പരിഹരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലവിലുണ്ട്. മലയോര മേഖല, റാന്നി, തണ്ടിത്തോട്, കൊക്കാത്തോട്, ആങ്ങമൊഴി, ചിറ്റാർ തുടങ്ങിയ മേഖലകളിലെല്ലാം സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്ന മേഖലയാണ്. ഈ പ്രദേശങ്ങളിലും യാത്രാക്ലേശം ഇപ്പോൾ രൂക്ഷമായി തുടരുകയാണ്. എന്തായാലും പത്തനംതിട്ട ജില്ലയിൽ സ്വകാര്യ ബസ് ഉടമകൾ നടത്തുന്ന അനിശ്ചിതകാല പണിമുടക്ക് പൂർണ്ണമാണ്. തിരുവനന്തപുരം ഇടവേളയ്ക്ക് ശേഷം.